ഹലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിൽ എങ്ങനെ ഡ്രിപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. അതിലേക്ക് നമ്മൾ ഇതിൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും പിന്നെ ഒന്ന് ബ്ലാക്ക് കളർ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഈ കറക്റ്റ് സോസിൻ്റെ കളർ തന്നെ കിട്ടും. അത് 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് എസെൻസ്, 1-2 ഡ്രോപ്പ് എസെൻസും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് സോസിൻ്റെ കളറിൽ തന്നെ കിട്ടും. അപ്പോൾ അത് ഒലിച്ച് പോകുന്നുള്ള യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ സോസിൽ ചെയ്തെടുക്കുമ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒലിച്ച് ആകെ മൊത്തം കുളമായിട്ടുണ്ടാവും, ബോർഡൊക്കെ നാശമായിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ആ ഒരു പെർഫെക്ഷൻ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ പ്രളയനും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു പൗഡറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് അന്ന് ചെയ്തൊരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്